ഇടുക്കി ചിത്തിരപുരത്ത് മണ്ണെടുക്കുന്നതിനിടയിൽ മൺതിട്ട ഇടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. ശംഖുപടി സ്വദേശി രാജീവൻ, ബൈസൺവാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത്. റിസോർട്ടിന് സംരക്ഷണ ഭിത്തി കെട്ടുമ്പോഴായിരുന്നു അപകടം. അതേസമയം നിർമ്മാണം റവന്യൂ വകുപ്പിന്റെ വിലക്ക് ലംഘിച്ചാണ് നടന്നതെന്ന് മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ വ്യക്തമാക്കി. മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ നിരോധന ഉത്തരവ് കൊടുത്തിട്ടുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ പൂട്ടി അത് താക്കോലേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഉത്തരവ് പാലിക്കാതെ തന്നെ വീണ്ടും പ്രവർത്തനം തുടങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് മണ്ണിടിച്ചിലുണ്ടായതും രാജീവ്, ബെന്നി എന്ന് 2 ചെറുപ്പക്കാർ അടിയിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, ഒരുപാട് സങ്കടം തോന്നുന്ന ഒരു വാർത്തയാണ്. എന്താണ് ഇത് സംഭവിച്ചത്? മറ്റ് നടപടികൾ എങ്ങനെയാണ്? രുചിഷ, വൈകിട്ട് 3:30 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. ആനച്ചാൽ ചിത്തിരപുരത്ത് ഒരു റിസോർട്ടിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനിടയിലാണ് വലിയ തോതിൽ ഉയർച്ചയിൽ നിന്ന് മണ്ണിടിഞ്ഞ ഇരുവരുടെയും മുകളിലേക്ക് വീണത്. 2 പേരും ഏതാണ്ട് 1 മണിക്കൂർ നേരത്തേക്ക് മണ്ണിനടിയിൽ പെടുന്ന സാഹചര്യമുണ്ടായി. അതിനിടെ അടിമാലിയിൽ നിന്നും മൂന്നാറിൽ നിന്നും രക്ഷാസേന എത്തുകയും പിന്നീടുള്ള തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി മണ്ണ് നീക്കിയപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹം മണ്ണിനടിയിൽ നിന്ന് ലഭിച്ചത്. ഏതാണ്ട് 1 മണിക്കൂർ നേരം ഇവർ മണ്ണിനടിയിൽ കടന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഇവരെ പുറത്തെടുത്ത് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇരുവരുടെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ചിത്തിരപുരം സ്വദേശി ആനച്ചാൽ സ്വദേശിയും അതോടൊപ്പം തന്നെ ബൈസൺവാലി സ്വദേശിയും, ആനച്ചാൽ ശംഖുപടി സ്വദേശി രാജീവൻ, ബൈസൺവാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത്. ഈ നിർമ്മാണം അനധികൃത നിർമ്മാണമാണ് എന്നുള്ളത് ഇപ്പോൾ മൂന്നാറിൻ്റെ സ്പെഷ്യൽ തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ 1 മാസം മുമ്പ് ഇവിടെ അനധികൃത നിർമ്മാണം നടക്കുന്നു എന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. ഈ റിസോർട്ട് പൂട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടുത്തെ വില്ലേജ് ഓഫീസർ പൂട്ടി താക്കോൽ എടുത്തിരുന്നു എന്നുള്ളത് ഉടമകളെ അറിയിച്ചതുമാണ്. ഇതൊക്കെയും വകവെക്കാതെയാണ് ഇവിടെ വീണ്ടും നിർമ്മാണ പ്രവൃത്തി നടന്നത്. സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. രാവിലെ അവിടെ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിനിടയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിൽ നിന്ന് മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ 2 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇരുവരുടെയും മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള നടപടികൾ പോലീസ് നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വെള്ളത്തൂവൽ പോലീസ് തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കും.